വീണ്ടും ഫുൾ ഓൺലി നിസാൻ ടെറാനോ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് 110 PS ആണ് വരുന്നത് കേട്ടോ. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലെതർ സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കമ്പനി ആലോചിച്ച് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം തന്നെ കേട്ടത്. അതേപോലെ ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം, അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്നത്. ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല. കമ്പനി പെയിൻറ്റിൻ്റെ കൂടുതൽ ഭാഗങ്ങളുള്ളൂ കേട്ടോ. ഇത് പാർട്ടി യൂസിങ് വാഹനമായതുകൊണ്ട് നമുക്ക് ടച്ചിങ്ങോ പോളിഷോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. എങ്ങനെയാണ് പാർട്ടി യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് കമ്പനി ആലോചിച്ച് കൊടുക്കുന്നുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 60-70% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ. XV ഓപ്ഷനാണ് വരുന്നത്. ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു പാർട്ടി യൂസ് ചെയ്യുന്ന വാഹനം അതേപോലെ നമ്മൾ സെയിലിടാണ്. വേറെ പോളിഷിങ്ങോ ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, പക്ക കണ്ടീഷനാണ്. ലെതർ കമ്പനി സീറ്റ് കവറാണ് കൊടുക്കുന്നത്. 4 സീറ്റ് കവറും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സീറ്റ് കവറാണ്. ഇതൊരു ബ്ലാക്ക് കോഫി ഒരു ഇതിലാണ് നമ്മളെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതേപോലെ ടച്ച് സ്ക്രീൻ കൊടുക്കുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ കൊടുക്കുന്നുണ്ട്, വോളിയം കൺട്രോൾ കാര്യങ്ങളൊക്കെ സ്റ്റാറിങ്ങിൽ വരുന്നുണ്ട്. 4 പവർ വിൻഡോ, AC പവർ സ്റ്റാറിങ്, ഡുവൽ എയർ ബാഗാണ് വരുന്നത് കേട്ടോ. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, പക്ക കണ്ടീഷനിലാണ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ കിടക്കുന്നത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. പേൾ വൈറ്റിലാണ് വാഹനം വരുന്നത് കേട്ടോ. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും കമ്പനി സെൻസർ കൊടുക്കുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിക്കി സ്പേസിൻ്റെ ഒരു വാഹനം തന്നെയാണ് ടെറാനോ. ലോങ് ഡ്രൈവിനൊക്കെ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് വരുന്നൊരു വാഹനം തന്നെ കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്നൊരു വാഹനം തന്നെ അത്. ഏതൊരു സൈഡ് ഭാഗത്തും മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓൾ ഒറിജിനലിൻ്റെ ഒരു ക്വാളിറ്റി വാഹനത്തുമ്പോൾ കാണിക്കാനും കഴിയും കേട്ടോ. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ് വരുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഫിറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല പക്ക ഫിറ്റിങ്ങാണ് എല്ലാ സൈഡിലും വരുന്നത്. ഒരു തട്ടിങ്ങാണ്ട് വർക്ക് എടുക്കുക കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വാഹനമാണ്. എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലും വാഷിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓയിൽ ലീക്ക് കാര്യങ്ങൾ, ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനൊക്കെ എവിടെയും കാണിക്കാൻ കഴിയില്ല, അത് ഗ്യാരണ്ടിയാണ്. പക്ക കണ്ടീഷനാണ് എല്ലാ സൈഡ് ഭാഗങ്ങളിലും കേട്ടോ. ഈ വാഹനം നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ കഴിയും. 2017 ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്തുണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷനും ഈ വാഹനമുണ്ട്. അതേപോലെ ഇത് നിലവിൽ 3 ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 6,35,000 രൂപയാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ ഫോളോ ചെയ്ത് കൂടെ മറക്കരുത്. دیگه کاری با من نداره دلم پر از درد خدا دوباره اگه بری